ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇത് കാസ്റ്റവേ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ എവിടെ എത്തിയെന്ന് ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ ഓർമ്മിപ്പിക്കാം. നീൽകണ്ഠൻ എന്ന കുട്ടി തൻ്റെ അമ്മയുടെ സ്ഥാനമാണ് കിരണിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കിരണിൻ്റെ ബ്രദർ ഇൻ ലോ സതീഷ് നാട്ടിൽ വന്ന സമയത്ത് കിരണിൻ്റെ അടുത്ത് നിന്ന് തനിക്ക് കിട്ടിയിരുന്ന അറ്റൻഷൻ മൊത്തം സതീഷിനാണ് ലഭിക്കുന്നതെന്ന് കണ്ടപ്പോൾ നീൽകണ്ഠൻ കൊച്ചു കൊച്ചു റിവെഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ലൈക്ക് സതീഷ് കുളിക്കാൻ എടുത്തു വെച്ച് സോപ്പ് എടുത്തു മാറ്റുക, അതുപോലെ സതീഷിൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെള്ളത്തിലിടുക, ഇതൊക്കെയാണ് നീലകണ്ഠൻ്റെ ഇപ്പോഴത്തെ പരിപാടികൾ അല്ലേ. സോ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നീലകണ്ഠൻ ചെറിയൊരു സൈക്കോ ആയി മാറിയിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ദി ഡിസിഷൻ ടു റിട്ടേൺ ഹോം മെയ്ഡ് എവ്രി വൺ ബിസി പാക്കിംഗ് അപ്പ്. അപ്പോഴേക്കും ചന്ദർനഗറിലെ വില്ലേജിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലായി എല്ലാവരും. സതീഷ് വാസ് ഗോയിങ് വിത്ത് ദം. സതീഷും അവരോടൊപ്പം പോകുന്നുണ്ടായിരുന്നു. ബട്ട് നീൽകണ്ഠ റിമെയിൻ അൺആസ്ക്ഡ്. എന്നാൽ നീലകണ്ഠനെ ആരും വിളിച്ചില്ല. ലേറ്റർ കിരൺസ് പ്രപ്പോസൽ ഓഫ് ടേക്കിംഗ് ഹിം വിത്ത് ദം വാസ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ബൈ ദ അതർ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. പിന്നീട് നീലകണ്ഠനെയും കൂടെ കൂട്ടാമെന്നുള്ള കിരണിൻ്റെ നിർദ്ദേശത്തെ ആ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളെല്ലാവരും എതിർത്തു. ഫൈനലി കിരൺ സോഫ്റ്റ്ലി അഡ്വൈസ് ഹിം ടു ഗോ ബാക്ക് ടു ഹിസ് ഓൺ ഹോം. അവസാനം സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങാൻ കിരൺ അവനെ ശാന്തമായിട്ട് ഉപദേശിച്ചു. ദിസ് അൺഎക്സ്പെക്റ്റഡ് കൈൻഡ്നസ് മെയ്ഡ് ഹിം ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. കിരണിൻ്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ദയ അവനെ പൊട്ടിക്കരയിച്ചു. കിരൺ കുഡൻ സ്റ്റോപ്പ് ജോയിനിങ് ഹിം. കിരണിനും അവനോടൊപ്പം ചേരാതിരിക്കാനായില്ല. അതായത് കിരൺ ഓൾസോ സ്റ്റാർട്ടഡ് ടു ക്രൈ. ബട്ട് സതീഷ് വാസ് ടെറിബ്ലി അനോയ്ഡ് അറ്റ് ദി സൈറ്റ് ഓഫ് ദിസ്. എന്നാൽ സതീഷിന് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത്. ആൻഡ് സെഡ് ദാറ്റ് ബ്രാത്ത് ഹാസ് ക്ലെവർലി ഡിസ്കവേർഡ് എ വേ ടു സോഫ്റ്റൻ യുവർ ഹാർട്ട് വിത്ത് എ ടിയർ ഓർ ടു. ഈ കൊള്ളരുതാത്തവൻ ഒന്ന് രണ്ട് കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ മയപ്പെടുത്താനുള്ള ബുദ്ധിപൂർവമായ വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ബിക്കോസ് യു ആർ ടു ഗുഡ് ആൻഡ് ട്രസ്റ്റ്ഫുൾ. കാരണം നിങ്ങൾ വളരെയധികം നല്ലവളും വിശ്വസ്തയുമാണ് എന്ന് സതീഷ് കിരണിനോട് പറഞ്ഞു. നീൽകണ്ഠ ലെഫ്റ്റ് ദ സ്പോട്ട് വിത്ത് എ ബ്ലീഡിംഗ് ഹാർട്ട്. മുറിവേറ്റ് രക്തമൊലിക്കുന്ന ഹൃദയവുമായി നീലകണ്ഠൻ അവിടുന്ന് സ്ഥലം വിട്ടു. സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ഹൗ ടു ബേൺ സതീഷ് ഇൻ ടു ആഷസ്. സതീഷിനെ എങ്ങനെ ഭസ്മമാക്കും, എങ്ങനെ ചാമ്പലാക്കും എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് മുറിവേറ്റ ഹൃദയവുമായിട്ട് നമ്മുടെ നീലകണ്ഠൻ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. മുറിവേറ്റ സിംഹത്തിൻ്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു എന്നല്ലേ KGF മൂവിയിൽ വരെ പറഞ്ഞിരിക്കുന്നത്. സോ ഇനി നമ്മുടെ ഹീറോ എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സതീഷ് ഹാഡ് ബ്രോട്ട് എ ഗ്രാൻഡ് ഇൻസ്റ്റാൻഡ് വിത്ത് ഹിം, ഹിസ് ഗ്രേറ്റ് ഫേവറേറ്റ് ഫ്രം കൽക്കട്ട. സതീഷ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇൻസ്റ്റാൻഡ്, പേനയൊക്കെ നിർത്തി വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് കൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. The import was set on a pearl board drawn by a silver goose supporting a pen holder. ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബോട്ടിൻ്റെ ആകൃതിയിലായിരുന്നു ആ ഇൻസ്റ്റാൻഡിൽ മഷിപ്പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഒരു വെള്ളി നിറത്തിലുള്ള ഗൂസ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ബേർഡാണ്, ഡക്ക് ലൈക്ക് വാട്ടർ ബേർഡ്, താറാവെന്ന് പറയാം. സോ വെള്ളി നിറത്തിലുള്ള ഒരു താറാവ് ആ ഇമ്പോർട്ടും പെൻ ഹോൾഡറൂടെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ഡിസൈനും ആ ഇൻസ്റ്റാൻഡിന് ഉണ്ടായിരുന്നു. അതായത് ഒരു വെള്ളിത്താറാവ് ഒരു പേള് കൊണ്ടുള്ള ബോട്ടിൻ്റെ രൂപത്തിലുള്ള മഷിക്കുപ്പിയും അതിനോട് ചേർന്നിട്ട് ഒരു പെൻ സ്റ്റാൻഡും കൂടെ വലിച്ചു നീക്കി തുഴഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ഡിസൈനിലുള്ള ഒരു ക്യൂട്ട് ഇൻസ്റ്റാൻഡ് ആയിരുന്നു നമ്മുടെ സതീഷിൻ്റേത്. എവറി ഡേ ഹി ക്ലീൻഡ് ഇറ്റ് വിത്ത് ആഡഡ് കെയർ. എല്ലാ ദിവസവും അവനത് കൂടുതൽ ശ്രദ്ധയോടെ വൃത്തിയാക്കിയിരുന്നു. The day before they were about to depart, the inkstand was missing. അവർ വീട് വിട്ടു പോകാനിരുന്നതിൻ്റെ തലേ ദിവസം ആ ഇൻസ്റ്റാൻഡ് കാണാതായി. സതീഷ് വാസ് ഫ്യൂറിയസ്. സതീഷ് രോഷാകുലനായി. And pounced upon the boy shouting, "You have stolen my inkstand, you thief." എന്നിട്ട് നീയാണ് എൻ്റെ ഇൻസ്റ്റാൻഡ് മോഷ്ടിച്ചത്, കള്ളൻ എന്ന് നീലകണ്ഠന് നേരെ ചാടി വീണ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. പൗൺസ് അപ്പോൺ മീൻസ് ടു ടേക്ക് സഡൻ വയലൻ്റ് ആക്ഷൻ. ആക്രമിക്കുക അല്ലെങ്കിൽ ചാടി വീഴുക എന്നൊക്കെ അർത്ഥം വരും.
നീൽകണ്ഠ wobbled towards the wall with his swollen heart and head. വിങ്ങുന്ന മനസ്സും ശിരസുമായി നീലകണ്ഠൻ ആടി ആടി ഭിത്തിക്കു നേരെ നടന്നു. വോബിൾ മീൻസ് ആടുക. കിരൺ വാസ് ഗ്രേറ്റ്ലി ഡിസ്ട്രസ്ഡ് അറ്റ് ദ സീൻ ആൻഡ് ടുക്ക് ഹിം ടു അനദർ റൂം. ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ട് കിരൺ വല്ലാതെ അസ്വസ്ഥയാവുകയും നമ്മുടെ നീലകണ്ഠനെ മറ്റൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ആൻഡ് സജസ്റ്റഡ്, എന്നിട്ട് കിരണിനോട് ഇങ്ങനെ നിർദ്ദേശിച്ചു, നിലു, ഇഫ് യു ഹാവ് ടേക്കൺ ഇറ്റ് ഐ ഷാൾ കീപ്പ് ഇറ്റ് ദ ആൻഡ് ബ്ലോക്ക് എനിവൺ മേക്കിംഗ് ഫർദർ ഫസ്. നിലു, നീയാണ് അത് എടുത്തതെങ്കിൽ ഞാനത് അവിടെ തന്നെ വയ്ക്കാം, എന്നിട്ട് കൂടുതലായിട്ട് ബഹളമുണ്ടാകുന്നത് തടയിടാം, കൂടുതലായിട്ട് കോലാഹലങ്ങൾ ഒഴിവാക്കാം നീ സത്യം പറയുകയാണെങ്കിൽ എന്ന് നമ്മുടെ കിരൺ നീലകണ്ഠനോട് പറയുകയാണ്. ഫസ്റ്റ് മീൻസ് ഈ ചെറിയ കാര്യത്തിന്മേലൊക്കെയുള്ള പരാതിയോ ദേഷ്യമോ. ടു ദീസ് നീൽകണ്ഠ knelt down weeping bitterly. ഇത് കേട്ടിട്ട് നീലകണ്ഠൻ മുട്ടുകുത്തി വീണുകൊണ്ട് ദാരുണമായി കരഞ്ഞു. A fierce battle of words followed between Kiran on one side and Sharath and Satish on the other. പിന്നീട് ഒരു വശത്ത് കിരണും മറുവശത്ത് ശരത്തും സതീഷും തമ്മിൽ കടുത്ത വാക്കുതർക്കം നടന്നു. Satish wanted to search his room and she responded violently with tears. You dare? That at once settled the matter. നീലകണ്ഠൻ്റെ റൂം പരിശോധിക്കണമെന്ന് സതീഷ് ആവശ്യപ്പെട്ടപ്പോൾ കണ്ണീരോടെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കിരൺ ചോദിക്കുകയാണ്, നിനക്ക് ധൈര്യമുണ്ടോ? ആ ഒരൊറ്റ ചോദ്യത്തിൽ ആ കാര്യം അവിടെ അവസാനിക്കുകയും ചെയ്തു. കിരൺസ് ഹാർട്ട് ഓവർഫ്ലോഡ് വിത്ത് പിറ്റി ഓൺ ദ ഹോംലെസ് ലാഡ്. കിരണിൻ്റെ ഹൃദയം ആ അനാഥ ബാലനോടുള്ള അനുകമ്പ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി. ഷി ഗോട്ട് 2 new suits of clothes, a pair of shoes and a banknote and wanted to place them into his box as a surprise gift. അവൾ അവന് വേണ്ടിയിട്ട് പുതിയ 2 ഡ്രസ്സുകളും ഒരു ജോഡി ഷൂവും അതുപോലെ ഒരു ബാങ്ക് നോട്ടും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അവൾ അതൊരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അവൻ്റെ പെട്ടിക്കുള്ളിൽ വെക്കാൻ ആഗ്രഹിച്ചു. When she unlocked the box, the lid suddenly sprang up with all those petty things jumbling. അങ്ങനെ കിരൺ പെട്ടിയുടെ പൂട്ട് തുറന്നപ്പോൾ പെട്ടിയിലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ കൂടി ഇളകി മറിഞ്ഞ് അടപ്പ് തെറിപ്പിച്ചുകൊണ്ട് പുറത്ത് ചാടി. പെറ്റി മീൻസ് നിസ്സാരമായ, ചെറിയ. ആൻഡ് സ്പ്രിങ് അപ്പ് മീൻസ് എമേർജ്, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. ആൻഡ് ദെൻ ജംബ്ലിംഗ് മീൻസ് മിക്സപ്പ് ഇൻ എ കൺഫ്യൂസ്ഡ് ഓർ അൺടൈഡി വേ. ആശയക്കുഴപ്പത്തിലോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്തതോ ആയിട്ടുള്ള രീതിയിൽ കൂട്ടിക്കലർത്തുക. ഇവിടെ നമ്മുടെ നീലകണ്ഠൻ്റെ പെട്ടിയിലുള്ള നിസ്സാരങ്ങളായ സാധനങ്ങളൊക്കെ കൂടിക്കലർന്ന് ഇളകി മറിഞ്ഞ് പുറത്തു വന്നു എന്നാണ് പറയുന്നത്. ദ ഗിഫ്റ്റ് വുഡ് നോട്ട് ഗോ ഇൻ. കിരൺ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന സമ്മാനങ്ങളൊന്നും പെട്ടിയുടെ അകത്തേക്ക് കയറില്ല. ഷി സ്റ്റാർട്ടഡ് പുള്ളിങ് ഔട്ട് എവറിത്തിങ് ടു പ്ലേസ് ദം ഇൻ ഓർഡർ. അവളെല്ലാം അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടിയിൽ നിന്ന് വലിച്ചു പുറത്തിടാൻ തുടങ്ങി. There at the bottom came a layer of linen and under it emerged the missing inkstand, goose and all. പെട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് ഒരു ലിനൻ പാളിയുടെ ഉള്ളിൽ നിന്ന് കാണാതായിട്ടുള്ള ഇങ്ക്പോട്ടും താറാവും എല്ലാം പുറത്തേക്ക് വന്നു. കിരൺ stood helplessly with the inkstand puzzled. കിരൺ അമ്പരന്നുകൊണ്ട് ഇങ്ക്സ്റ്റാൻഡും കയ്യിൽ പിടിച്ച് നിസ്സഹായയായിട്ട് നിന്നു. Behind Kiran stood Neelkantha, shocked as if he was hit by a heavy hammer on his head. തലയ്ക്ക് ചുറ്റിക കൊണ്ട് ശക്തമായിട്ടൊരു അടി കിട്ടിയാലെന്ന പോലെ കിരണിൻ്റെ പുറകിൽ നീലകണ്ഠൻ ഞെട്ടിത്തരിച്ചു നിന്നു. ഹിസ് ലാസ്റ്റ് ഹോപ്പ് ഓഫ് പ്രൂവിങ് ഹിം നോട്ട് എ തീഫ് ഹിറ്റ് ദ ഡസ്റ്റ്. താൻ കള്ളനല്ല എന്ന് തെളിയിക്കാനുള്ള അവൻ്റെ അവസാനത്തെ ആഗ്രഹവും തവിട് പൊടിയായി. ആക്ച്വലി ഹി ടുക്ക് ദ ഇങ്ക്സ്റ്റാൻഡ് ആസ് എ റിവെഞ്ച് ടു ത്രോ ഇറ്റ് ഇൻ ടു ദ റിവർ. യഥാർത്ഥത്തിൽ തൻ്റെ പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് ആ ഇങ്ക്പോട്ട് നദിയിൽ എറിഞ്ഞ് കളയാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നൗ ദർ ഇസ് നോ വേ ഓഫ് കൺവിൻസിങ് ഹിസ് മിസ്ട്രസ്. എന്നാൽ ഇപ്പോൾ അവന് തൻ്റെ യജമാനത്തിയെ സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു മാർഗവും ഇല്ലാണ്ടായി. കൺവിൻസ് മീൻസ് ബോധ്യപ്പെടുത്തുക. ഹി സംഹൗ മാനേജ് ടു ലീവ് ദ റൂം വിതൗട്ട് കിരൺ നോട്ടീസിങ് ഹിം. അവൻ ഒരു വിധത്തിൽ കിരൺ കാണാതെ ആ റൂം വിട്ടു. കിരൺ with a deep sigh placed them back in the box well, the gift on top of all, and closed the box.
കിരൺ ആകട്ടെ ഒരു ദീർഘനിശ്വാസത്തോടെ തൻ്റെ സമ്മാനം ഏറ്റവും മുകളിൽ വരത്തക്ക വിധം എല്ലാ സാധനങ്ങളും പെട്ടിയിൽ തിരികെ വെച്ചിട്ട് ആ പെട്ടി അടച്ചു. ദി നെക്സ്റ്റ് ഡേ ദ ബോയ് വാസ് നോവേ ടു ബി ഫൗണ്ട്. പിറ്റേ ദിവസം നീലകണ്ഠനെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. ഈവൻ ദ പോലീസ് കുഡന്റ് ഫൈൻഡ് ഹിം. പോലീസിന് പോലും അവനെ കണ്ടെത്താനായില്ല. ശരത് urged for searching in his box to know more about him, but Kiran's refusal forced him to withdraw. നീലകണ്ഠനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ പെട്ടി തിരയണമെന്ന് നമ്മുടെ ശരത് നിർബന്ധിച്ചെങ്കിലും കിരണിൻ്റെ വിസമ്മതം അതിൽ നിന്നും പിന്തിരിയാൻ അവനെ നിർബന്ധിതനാക്കി. She took the missing things and threw them in the river. കാണാതായ സാധനങ്ങളെല്ലാം എടുത്തിട്ട് കിരൺ നദിയിലേക്ക് എറിഞ്ഞു. Though the family returned to their own home, Nilkanta's starving mongrel prowled along the river bank with heartbreaking whines. ആ കുടുംബം അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും നീലകണ്ഠൻ്റെ സ്റ്റാവിങ് പട്ടിണിയിലായിപ്പോയ പട്ടി ഹാർട്ട് ബ്രേക്കിംഗ് വൈൻസ് ഹൃദയം തകർക്കുന്ന നിലവിളികളുമായിട്ട് ആ നദീതീരത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നു. പ്രോൾ മീൻസ് ചുറ്റി നടക്കുക. അങ്ങനെ ദി കാസ്റ്റവേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് മനസ്സിലായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.